നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ പൂന്താനം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 105 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ചത്. ഇന്ന് നമുക്ക് 106ാമത്തെ ശ്ലോകം മുതൽക്ക് വായിക്കാം. ഇന്ദ്രപ്രസ്ഥത്തിലിന്ദ്രപ്രിയസുതനെ നിനച്ചുള്ളൊരൗത്സുക്യവേഗാൽ വന്നിട്ട ഭീമനാലേ മഗധപതിയെയും കൊന്നു നാടും ജയിച്ചാൻ. ധന്യാത്മാ രാജസൂയം നരപതിപത സാധിച്ചതും ധർമ്മജൻ താനൊന്നായി ചൈദ്യനപ്പോൾ മധുമഥന ഭവാനോടതും കൈ തൊഴുന്നേൻ. ഇന്ദ്രപ്രിയസുതനെ നിനച്ചുള്ളൊരൗത്സുക്യവേഗാൽ. ഇന്ദ്രന്റെ പ്രിയസുതൻ, അതായത് അർജുനൻ. ആ അർജുനെ കുറിച്ച് ഓർത്തിട്ടുണ്ടായ ആ ഉത്കണ്ഠ, അതുകൊണ്ട് വേഗത്തിൽ വന്ന്, ഇവിടെ ഇന്ദ്രപ്രസ്ഥത്തിൽ വന്നിട്ട്, ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞാൽ യുധിഷ്ഠിരന്റെ രാജധാനി, അവിടെ വന്നിട്ട് ആ ഭീമനാലെ, ആ ഭീമനെ കൊണ്ട് മഗധപതിയെയും കൊന്നു നാടും ജയിച്ചാൽ. മഗധപതി എന്ന് പറഞ്ഞാൽ ജരാസന്ധനാണ്. ആ ഭീമനെ കൊണ്ട് മഗധപതിയായ ജരാസന്ധനെ കൊന്നിട്ട് ആ രാജ്യവും നേടി. ധന്യാത്മാ രാജസൂയം നരപതി ബത സാധിച്ചതും ധർമ്മജൻ. ധന്യാത്മാവായിട്ടുള്ള ഉത്തമനായ രാജാവായ യുധിഷ്ഠിരന്റെ ആ രാജസൂയ യാഗം വേണ്ടും വിധം പൂർത്തീകരിച്ചതും, അപ്പോൾ ചൈദ്യൻ ഭവാനോടൊന്നായി, ആ സമയത്ത് തന്നെ ചൈദ്യ രാജാവായിട്ടുള്ള ശിശുപാലൻ അങ്ങയോട് ചേർന്നു, അതായത് സായുജ്യം ലഭിച്ചു. അങ്ങനെയുള്ള മധുമഥന ഭവാനെ ഞാൻ വന്ദിക്കുന്നേൻ. ഇവിടെ ആദ്യം ജരാസന്ധന്റെ കഥയാണ് സൂചിപ്പിച്ചത്. നമ്മൾ ഇതിനു മുൻപത്തെ ശ്ലോകത്തിൽ കാരാഗ്രഹത്തിൽ നരപാലർ പറഞ്ഞ വാക്കും എന്നുള്ള ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് ഉദ്ധവരോട് ചോദിച്ചു. ആദ്യം ജരാസന്ധന്റെ കാരാഗ്രഹത്തിൽ കഴിയുന്ന ആ രാജാക്കന്മാരെ രക്ഷിക്കാൻ പോകണോ, അതോ നാരദോക്തി അനുസരിച്ച് രാജസൂയ യാഗത്തിലെ ഭാഗഭാക്കാകാൻ പോകണോ എന്ന്. അപ്പോൾ ഉദ്ധവർ പറഞ്ഞതനുസരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് രാജസൂയ യാഗത്തിന് പങ്കെടുക്കാനായിട്ടാണ് പോയത്. അതിന് കാരണം എന്താണ് ഉദ്ധവർ പറഞ്ഞതെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ രണ്ടും ഒന്നിച്ച് നടക്കേണ്ടതാണ്. അത് അങ്ങനെ തന്നെ നടക്കുകയും ചെയ്യും. എന്താണെന്ന് വെച്ചാൽ രാജസൂയത്തിൻ്റെ 1ാം ഘട്ടത്തിൽ ദിഗ്വിജയാണ് നടത്തുക. അപ്പോൾ എന്തായാലും ഏറ്റവും ശക്തിമാനായിട്ടുള്ള രാജാവാണ് ജരാസന്ധൻ. അദ്ദേഹം ഒന്ന് എതിർക്കാതിരിക്കില്ല. അപ്പോൾ അവനെ വധിക്കാനുള്ള അവസരം സിദ്ധിക്കും. അതല്ലാതെ ഒരു കാരണമില്ലാതെ ഒരാളെ നിഗ്രഹിക്കാൻ പുറപ്പെടുന്നത് അത്ര ശരിയല്ല. അതുകൊണ്ട് ബ്രാഹ്മണ വേഷത്തിൽ കൃഷ്ണനും ഭീമനും അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ചെല്ലണം. അപ്പോൾ ബ്രാഹ്മണരായതുകൊണ്ട് എന്ത് ചോദിച്ചാലും അത് നൽകും. അപ്പോൾ ദ്വന്ദ്വയുദ്ധം ചെയ്യണം എന്നാണ് ആവശ്യപ്പെടേണ്ടത്. ആ ദ്വന്ദ്വയുദ്ധ സമയത്ത് ഭീമൻ മഗധ രാജാവായ ജരാസന്ധനെ വധിക്കും. അങ്ങനെ യുധിഷ്ഠിരന് ദിഗ്വിജയം നേടി ആ യാഗം സമംഗളമായിട്ട് നടക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഉദ്ധവര് കൃഷ്ണനോട് രാജസൂയത്തിനായിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകാൻ പറഞ്ഞത്. ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ ശ്രീകൃഷ്ണ ഭഗവാനെ യുധിഷ്ഠിരനും സഹോദരന്മാരും കൂടി വളരെ ആദരപൂർവം എതിരേറ്റു. യുധിഷ്ഠിര രാജാവ് പറഞ്ഞു, പ്രൗഢിക്കോ പ്രതാപത്തിനോ വേണ്ടിയല്ല, പുണ്യത്തിനും പുരുഷാർത്ഥത്തിനും വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ രാജസൂയ യാഗം നടത്തുന്നത്. അത് ഭംഗിയായി നടക്കാൻ അങ്ങയുടെ അനുഗ്രഹം വേണം എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിക്കും. കൃഷ്ണൻ പറഞ്ഞു, അങ്ങൊട്ടും ഭയപ്പെടേണ്ട, എൻ്റെ എല്ലാ സഹായവും ഉണ്ടായിരിക്കും. യാഗം ആരംഭിക്കുന്നതിന് മുൻപ് ദിഗ്വിജയം നടത്തണം. അതിനായിട്ട് വടക്കു ഭാഗത്തേക്ക് അർജുനനും തെക്കു ഭാഗത്തേക്ക് സഹദേവനും
കിഴക്ക് ഭാഗത്തേക്ക് ഭീമനും പടിഞ്ഞാറ് ഭാഗത്തേക്ക് നകുലനും പോകട്ടെ. അതിൽ മഗധ രാജാവായ ജരാസന്ധൻ മാത്രം അങ്ങയെ എതിർക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഏറ്റവും പ്രബലനായ രാജാവ് ജരാസന്ധനാണ്. അവനെ വധിക്കാൻ അസാമാന്യ ശക്തിയുള്ളവർക്കേ സാധിക്കുള്ളൂ. അത് വായുപുത്രനായ ഭീമനാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ദിഗ്വിജയത്തിന് എല്ലാവരും പുറപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണനും ഭീമനും അർജുനനും കൂടി ബ്രാഹ്മണ വേഷത്തിൽ ജരാസന്ധന്റെ രാജ്യമായ മഗധത്തിലേക്ക് പോയി. മഗധ രാജ്യത്തെത്തി ജരാസന്ധനെ കണ്ട് സംസാരിച്ചപ്പോൾ ജരാസന്ധൻ ചോദിച്ചു, നിങ്ങളെ കണ്ടാൽ ബ്രാഹ്മണരാണെന്ന് തോന്നുന്നില്ല, വാസ്തവത്തിൽ നിങ്ങൾ ആരാണ് എന്ന്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് തരാം എന്ന് സത്യം ചെയ്താൽ ആരാണ് എന്നുള്ള പരമാർത്ഥം ഞങ്ങൾ പറയാം എന്ന്. അപ്പോൾ ജരാസന്ധൻ പറഞ്ഞു, എൻ്റെ ജീവനും രാജ്യവും ഒഴിച്ച് എന്ത് കാര്യവും ഞാൻ നിങ്ങൾക്ക് സാധിച്ചു തരാം എന്ന്. അപ്പോൾ കൃഷ്ണൻ തങ്ങൾ ആരാണ് എന്നുള്ള സത്യം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ആരോടെങ്കിലും അങ്ങ് ദ്വന്ദ്വയുദ്ധം ചെയ്യണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന്. അപ്പോൾ ജരാസന്ധൻ ഇത് കേട്ടപ്പോൾ പൊട്ടിച്ചിരിക്കുക ചെയ്ത്, ഈ ഒരു നിസ്സാര കാര്യത്തിനാണോ നിങ്ങൾ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചത്? യുദ്ധം ചെയ്യാൻ ഞാൻ എപ്പോഴേ തയ്യാറാണല്ലോ. നിങ്ങളുടെ അഹങ്കാരം ഞാൻ ഇന്ന് തീർത്തു തരാം. എന്നിട്ട് കൃഷ്ണനോട് പറഞ്ഞു, നീ എൻ്റെ അടുത്ത് പല പ്രാവശ്യം തോറ്റതാണ്, തോറ്റവരുമായിട്ട് ഞാൻ യുദ്ധം ചെയ്യാറില്ല. പിന്നെ അർജുനനാണെങ്കിൽ എനിക്ക് സമനല്ല, അതുകൊണ്ട് അർജുനനോട് ഞാൻ യുദ്ധം ചെയ്യില്ല. പിന്നെ കുറച്ച് ഭേദം ഭീമനാണ്, എന്നോട് സമനൊന്നുമല്ലെങ്കിലും 3 പേരിലും വെച്ച് ഭേദം അവനാണ്, അതുകൊണ്ട് അവനുമായിട്ട് ഞാൻ യുദ്ധം ചെയ്യാം എന്ന്. അങ്ങനെ ജരാസന്ധനും ഭീമനും കൂടി ഗദായുദ്ധം ആരംഭിച്ചു. യുദ്ധം തുടങ്ങി 10-15 ദിവസം കഴിഞ്ഞിട്ടും ആർക്കും ജയവും പരാജയവും സംഭവിക്കുന്നില്ല. ഭീമൻ കുറേശ്ശെ ക്ഷീണിതനാവുന്നുണ്ട് എന്ന് അർജുനന് മനസ്സിലായി തുടങ്ങി. അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു, ജ്യേഷ്ഠൻ ക്ഷീണിച്ചു തുടങ്ങിയല്ലോ, എന്താ ചെയ്യാന്ന് ചോദിച്ചു. കൃഷ്ണൻ പറഞ്ഞു, സാരല്ല, ജരാസന്ധൻ്റെ ശരീരം നടുവ് വലിച്ചു കീറിയിട്ട് തല തിരിച്ചിട്ടിടണം, എന്നാലേ അവൻ മരിക്കുള്ളൂ, അല്ലെങ്കിൽ ആ ഉടലുകൾ വീണ്ടും യോജിച്ചിട്ട് ജീവിക്കും. അതുകൊണ്ട് അർജുനനോട് ഒരു കോലെടുത്ത് നടുകീറി തല തിരിച്ച് എറിഞ്ഞ് ഭീമനെ കാണിക്കാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് അർജുനൻ ജ്യേഷ്ഠനായ ഭീമൻ കാണത്തക്ക വിധത്തിൽ അങ്ങനെ ചെയ്തു. ഈ ജരാസന്ധന്റെ ജനനകഥ ഭീമനും നേരത്തെ അറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെ യുദ്ധത്തിനിടയിൽ ഒരിക്കൽ ജരാസന്ധൻ താഴെ വീണപ്പോൾ ഒരു കാലിന്മേൽ ചവിട്ടി നിന്ന് മറ്റേ കാൽ പിടിച്ചു പൊക്കി വലിച്ചു കീറി തലതിരിച്ച് ദൂരത്തേക്ക് എറിഞ്ഞു. അതോടുകൂടി ക്രൂരനായ ജരാസന്ധന്റെ കഥ കഴിഞ്ഞു. ജരാസന്ധന്റെ അച്ഛനായിരുന്നു മഗധ രാജാവായ ബൃഹദ്രഥൻ. ബൃഹദ്രഥന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ആ 2 ഭാര്യമാരിലും കൂടി പാതി ജനിച്ചവനായിരുന്നു ഈ ജരാസന്ധൻ. എന്നിട്ട് ജര എന്നൊരു യക്ഷിയാണ് ഈ പകുതി ശരീരങ്ങൾ അത് രണ്ടും തമ്മിൽ സന്ധിപ്പിച്ചത്. ജര എന്ന യക്ഷി സന്ധി ചെയ്തുകൊണ്ടാണ് ആ കുട്ടിയുടെ പേര് പിന്നെ ജരാസന്ധൻ എന്നായി തീർന്നത്. അങ്ങനെ ദിഗ്വിജയം കഴിഞ്ഞ് ധർമ്മജൻ, അതായത് യുധിഷ്ഠിരൻ രാജസൂയയാഗം ചെയ്തു. അതാണ് ഇവിടെ രണ്ടാമത് ധന്യാത്മാ രാജസൂയം നരപതിപത സാധിച്ചതും അത് സാധിപ്പിച്ചു കൊടുത്തു കൃഷ്ണൻ. പിന്നെ ശിശുപാലിന് സായുജ്യം നൽകി എന്ന് പറഞ്ഞു. ആ ഒരു കഥയും കൂടി ഈ ശ്ലോകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് സനകാദി മുനികളുടെ ശാപം മൂലം വൈകുണ്ഠത്തിലെ ഗോപുര ദ്വാരപാലകന്മാരായിരുന്ന ജയവിജയന്മാർക്ക് 3 ജന്മം അസുരന്മാരായിട്ട് ജനിക്കണം എന്ന് വന്നു. എന്നിട്ട് ഭഗവാന്റെ കൈകൊണ്ട് തന്നെ മരണം പ്രാപിച്ചിട്ട് മുക്തി ലഭിക്കും എന്നായിരുന്നു ശാപമോക്ഷം. അങ്ങനെ ആദ്യം ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവായിട്ട് ജനിച്ചു. പിന്നെ രാവണനും കുംഭകർണനുമായിട്ട് ജനിച്ചു. ഇത് 3ാമത്തെ ജന്മമാണ്. ശിശുപാലനും ദന്തവക്ത്രനുമായിട്ടാണ് ഇപ്പോൾ ജനിച്ചിരിക്കുന്നത്. ഇപ്പോഴും
ഭഗവാന്റെ ആ തൃക്കൈ കൊണ്ട് തന്നെയാണ് അവരെ വധിക്കുക. എന്നിട്ട് അവർക്ക് സായുജ്യം ലഭിക്കുകയും ചെയ്യും. ഈ രാജസൂയ യാഗത്തിൻ്റെ അവസാനത്തിൽ അഗ്രപൂജ എന്ന് പറഞ്ഞ ഒരു ചടങ്ങുണ്ട്. ഈ അഗ്രിമസ്ഥാനത്തിന് ആരാണ് യോഗ്യൻ എന്ന് അവിടെയുള്ള മഹർഷിമാരും ബ്രാഹ്മണരൊക്കെ തമ്മിൽ ആലോചനയായി. ആ സമയം സഹദേവൻ പറഞ്ഞു, ഇതിനെ ആലോചിക്കാനൊന്നുമില്ല, സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് ഇവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനേക്കാൾ ശ്രേഷ്ഠനായിട്ട് ആരുമില്ല, അതുകൊണ്ട് അദ്ദേഹത്തിനാണ് അഗ്രപൂജ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ യുധിഷ്ഠിരൻ അഗ്രിമസ്ഥാനത്ത് ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിച്ച് സാഷ്ടാംഗം നമസ്കരിച്ച് അദ്ദേഹത്തെ പൂജിക്കാൻ തുടങ്ങി. അപ്പോൾ ആ അന്തരീക്ഷമാകെ കൃഷ്ണനാമത്തിനെ കൊണ്ട് പ്രസീത കൃഷ്ണ പ്രഭോ പ്രസീത എന്ന നാമത്താൽ മുഖരിതമായി തീർന്നു. ആ സമയത്ത് ആ സദസ്സിലിരുന്നിരുന്ന ചേതി രാജാവായിട്ടുള്ള ശിശുപാലൻ വളരെ ക്രുദ്ധനായിട്ട് എഴുന്നേറ്റ് കൃഷ്ണനെക്കുറിച്ചും പാണ്ഡവരെക്കുറിച്ചും നിന്ദ്യമായ രീതിയിൽ അധിക്ഷേപിക്കാൻ തുടങ്ങി. ആ സമയം ശ്രീകൃഷ്ണൻ തൻ്റെ സുദർശന ചക്രം കൊണ്ട് ചേതി രാജാവായ ശിശുപാലൻ്റെ കണ്ഠം ഛേദിച്ചു. അങ്ങനെ ശിശുപാലന് സായുജ്യം ലഭിച്ചു. ഇങ്ങനെ 3 കഥകളാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള മധുമഥനനായ ഭഗവാനെ ശ്രീകൃഷ്ണ, അങ്ങയെ ഞാൻ കൈതൊഴുന്നേൻ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം. സാൽവൻ വന്നച്ഛനെ കൊന്നൊരു മറിവു കുറഞ്ഞൊന്നതംഗീകരിച്ചിട്ടെല്ലാം പോയി ചെന്നു വന്നീടിനഗതി അവനും നൽകിനാനേക ഭാവം. കല്യാണങ്ങൾക്കു മൂലം തവ പദകമലം സേവ ചെയ്താവതെല്ലാം നിർലജ്ജം കീർത്തനം ചെയ്വതു കിമപി ചെവിക്കൊൽഗവാമാലയേശ. ഇവിടെ ഈ ശ്ലോകത്തില് സാൽവൻ എന്ന ശിശുപാലന്റെ സുഹൃത്തായിട്ടുള്ള രാജാവിന്റെ കഥയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. രാജസൂയ യാഗത്തിനിടയ്ക്ക് ശ്രീകൃഷ്ണനാൽ ശിശുപാലൻ വധിക്കപ്പെട്ടു എന്ന വൃത്താന്തം ശിശുപാലന്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള സാൽവൻ എന്ന രാജാവ് അറിഞ്ഞപ്പോൾ ഈ കൃഷ്ണനെ എങ്ങനെയെങ്കിലും വധിക്കണം എന്ന് തീരുമാനിച്ച് ശ്രീ പരമേശ്വരനെ തപസ് ചെയ്യാനായിട്ട് കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ പഞ്ചാഗ്നി മധ്യത്തിൽ ഊണുമുറക്കവും എന്തിന് ജലപാനം പോലും ഇല്ലാതെ കഠിന തപസ് ചെയ്തു. തപസ്സിൽ സന്തുഷ്ടനായ ശ്രീ പരമേശ്വരൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മനുഷ്യരാലോ ദേവാസുരന്മാരാലോ കിംപുരുഷന്മാരാലോ ഗന്ധർവന്മാരാലോ പക്ഷിമൃഗാദികളാലോ മനുഷ്യനിർമ്മിതങ്ങളായിട്ടുള്ള ആയുധങ്ങളാലോ ഒന്നും താൻ വധിക്കപ്പെടരുത് എന്നുള്ള വരാണ് ചോദിച്ചത്. പിന്നെ ഒരു വരം കൂടി നേടിയിരുന്നു. ആകാശത്തില് സ്വച്ഛന്തം സഞ്ചരിക്കാൻ സാധിക്കുന്ന, എന്നാൽ ആർക്കും കാണാനും സാധിക്കരുത്, അങ്ങനെ ഒരു വിമാനം, മായാവിമാനം കൂടി തനിക്ക് നൽകി അനുഗ്രഹിക്കണം എന്ന്. ശ്രീ പരമേശ്വരൻ ആ വരങ്ങളും ആ മായാവിമാനമൊക്കെ സാൽവന് നൽകി അനുഗ്രഹിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അറിയായിരുന്നു ഈ ജഗൽകാരണനായ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഈ സാൽവനെ വധിക്കുക എന്നുള്ളത്. വരം ലഭിച്ചതോടെ മതോന്മത്തനായ സാൽവൻ സ്വന്തം രാജ്യത്തെത്തി ആദ്യം ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ തന്നെയാണോ എന്നാണ് അന്വേഷിച്ചത്. അപ്പോഴാണ് ശ്രീകൃഷ്ണൻ ദ്വാരകയിലില്ല, കുറച്ചു കാലമായിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലാണ് എന്നറിഞ്ഞപ്പോൾ ഉടൻ ദ്വാരക ആക്രമിച്ചു. ബലഭദ്രന്റെയും പ്രദ്യുമ്നന്റെയും നേതൃത്വത്തിൽ യാദവ സൈന്യം സാൽവ സൈന്യവുമായിട്ട് പോരാടി. സാൽവനും പ്രദ്യുമ്നനും തമ്മിൽ ദിവസങ്ങളോളം അതിഘോരമായിട്ടുള്ള പോരാട്ടം നടന്നു. അപ്പോഴേക്കും ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങിയെത്തി. വന്നപ്പോൾ പ്രദ്യുമ്നനും സാൽവനും തമ്മിൽ യുദ്ധം നടക്കുന്നതാണ് കണ്ടത്. അപ്പോൾ പുത്രനായ പ്രദ്യുമ്നനെ പിന്നിലേക്ക് മാറ്റി കൃഷ്ണൻ തന്നെ സാൽവനുമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. സാൽവന് വളരെ സന്തോഷമായി. താൻ ആരെ വധിക്കാനാണോ ശ്രീ പരമേശ്വരനെ തപസ് ചെയ്ത് വരം നേടിയത്, ആ കൃഷ്ണൻ ഇതാ തനിക്കെതിരെ നിന്ന് യുദ്ധം ചെയ്യുന്നു
എന്ന് കണ്ടിട്ടാണ് സാൽവന് സന്തോഷം തോന്നിയത്. അങ്ങനെ യുദ്ധത്തിനിടയ്ക്ക് കൃഷ്ണൻ നോക്കി നിൽക്കെ തന്നെ സാൽവനെ കാണാതെയായി തീർന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സാൽവൻ കൃഷ്ണന്റെ അച്ഛനെയും കൂട്ടി ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, നിന്റെ പിതാവിനെ ഞാൻ ഇപ്പോൾ തന്നെ വധിക്കുകയാണ് എന്ന് പറഞ്ഞ് വസുദേവരുടെ ശിരസ്സറുത്തു. ഇത് കണ്ട ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു നിമിഷം സ്തബ്ധനായി തീർന്നു. പെട്ടെന്ന് തന്നെ കൃഷ്ണന് ആ ജ്ഞാനബോധം ഉദിച്ചു. ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഉടല് ആകെ ഒന്ന് വിറച്ചു. അപ്പോഴേക്കും സുദർശന ചക്രം കൃഷ്ണന്റെ തൃക്കൈയിൽ വന്ന് ചേർന്ന് നിന്നു. ആ സുദർശന ചക്രം കൃഷ്ണന്റെ കൈകളിൽ നിന്നും ആകാശത്തേക്ക് ഉയർന്ന് മായയാകുന്ന യവനികയില് മറിഞ്ഞു നിന്നിരുന്ന സാൽവനെ കണ്ഠം ഛേദിച്ചു. ഇങ്ങനെയാണ് സാൽവ നിധന വൃത്താന്തം. ആ കഥയാണ് ഇവിടെ ആദ്യം പറയുന്നത്. സാൽവൻ എന്ന രാജാവ് വന്നിട്ട് എന്തിനെ ശ്രീകൃഷ്ണനെ വധിക്കാനായിട്ട് വന്നിട്ട് അച്ഛനെ കൊന്നൊരു മറിവ്, അച്ഛനായിട്ടുള്ള വസുദേവരെ കൊല്ലുന്നതായിട്ട് ഭാവിച്ചിട്ട് അങ്ങനൊരു മറിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മായാപ്രയോഗം ചെയ്തിട്ട് കുറഞ്ഞൊന്നത് അംഗീകരിച്ചിട്ട് കൃഷ്ണൻ അത് വിശ്വസിച്ചു എന്ന മട്ടില് ആ സ്വന്തം ബോധം നശിച്ചിട്ട് എല്ലാം പോയി ചെന്ന് ആ മോഹമൊക്കെ പോയി വീണ്ടും യുദ്ധം ചെയ്ത് ഗതി അവനും നൽകിനാൻ ഏകഭാവം വന്നേടിന ഗതി അവന് നൽകി. അതായത് സാൽവനെ തന്നിലേക്ക് ലയിപ്പിച്ചു, മുക്തി നൽകി എന്നർത്ഥം. പിന്നത്തെ വരി, കല്യാണങ്ങൾക്കു മൂലം തവ പദകമലം, എല്ലാ മംഗളകാര്യങ്ങൾക്കും കാരണം അവിടുത്തെ ആ പാദപത്മങ്ങളാണ്. ആ പാദപത്മത്തില് സേവ ചെയ്താവതെല്ലാം ആവുന്ന വിധത്തിലൊക്കെ സേവ ചെയ്ത് നിർലജ്ജം കീർത്തനം ചെയ്വത്, ഒരു ലജ്ജയുമില്ലാതെ മടിയൊന്നും കൂടാതെ ഞാൻ കീർത്തനം ചെയ്യുന്നുണ്ട്. അതായത് നാമം ചൊല്ലി ഇങ്ങനെ സ്തുതിക്കുന്നുണ്ട്. അത് കിമപി ചെവിക്കൊള്ളുക വാമാലയേശ, അത് കുറച്ചെങ്കിലും കേൾക്കണേ. ഞാൻ ആ ചെല്ലുന്നത് കുറച്ചെങ്കിലും അങ്ങ് ശ്രദ്ധിക്കണം എൻ്റെ ഇടത്തുപുറത്തപ്പാ. ഇവിടെ പാപികളായവർക്ക് പോലും അങ്ങ് മോക്ഷം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നാണവുമില്ലാതെ അങ്ങയുടെ നാമം ചൊല്ലി സ്തുതിക്കുന്ന എന്നെ കുറഞ്ഞൊന്ന് ശ്രദ്ധിക്കണേ ഭഗവാനെ എന്നാണ് പൂന്താനം തിരുമേനി ഈ ശ്ലോകത്തിൽ പറയുന്നത്. ബാക്കി ശ്ലോകങ്ങൾ അടുത്ത ദിവസമാവാം. എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ